ഹലോ സരോജിനി അമ്മ, വെൽക്കം ടു VMC മലയാളമ്മ. അമ്മ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി അമ്മേലെ? മെഡിറ്റേഷൻ തുടങ്ങിയതിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിനെല്ലാം നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജോലി എടുക്കുന്നതിനും കുഴപ്പമില്ല. മെഡിസിൻ ഒന്നും കൂടാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. മെഡിറ്റേഷൻ ആണല്ലോ എനിക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂർ വരെ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ശരാശരി 2.5 മണിക്കൂർ 3 മണിക്കൂർ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. സിംഗിൾ സിറ്റിംഗിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പം രാവിലെയൊക്കെ ആണെങ്കിൽ 4 മണിക്കൂറിലൊക്കെ കൂടുതൽ പോകാം. എനിക്ക് ഒരു തടസ്സങ്ങളൊന്നുമില്ല. വൈകുന്നേരത്തെ ഇരിപ്പിൽ ചിലപ്പോഴേ ഉള്ളൂ ക്ഷീണം, ഒരു വായിക്കോട്ട വരുമ്പോൾ ക്ഷീണമൊക്കെ, അല്ലാതെ ഒരു കുഴപ്പമില്ല. പക്ഷെ രാവിലെയാണ് 5 മണിക്കൂറൊക്കെ ഇരിക്കുക. അപ്പൊ അന്നേരം എനിക്കൊരു ജോലിയുടെ കൊണ്ട് 5 അങ്ങോട്ട് പോകാൻ പറ്റുന്ന അത്ര സമയം. തൊഴിലുറപ്പാണോ? അല്ല, വീട്ടിൽ പോകാം. കൃഷിപ്പണിയുണ്ട്. പിന്നെ തൊഴിലുറപ്പിനും പോകുന്നുണ്ട്. വീട്ടില് സ്ഥിരം എന്ന് പറഞ്ഞാൽ പണിക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ 9 മണിയാകുമ്പോഴത്തേക്ക് ഓടി പോകുന്നത്. അത് ശരി. എന്നിട്ട് അതിന്റെ ഇടയിലാണ് 3 മണിക്കൂർ ധ്യാനം ചെയ്യുന്നത്. വെളുപ്പിനേക്കണം. അതുകൊണ്ടാണ് മോള് പറയുന്നത്, അമ്മച്ചി മഴയൊക്കെ പിടിക്കുമ്പോ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് പകല് ഇരുന്നു. ഈ BP ഉള്ളത് കാരണം ഒരേ ഗുളിക കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോ അത് അമ്മച്ചി BP കൂട്ടണ്ട. അതുകൊണ്ട് അമ്മച്ചി പകല് മഴയത്തൊക്കെ ധ്യാനത്തിലിരുന്നു. രാത്രി അത് കുറച്ചിരുന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ധ്യാനത്തിലിരിക്കുന്നോണ്ട് വിഷമം തോന്നുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് തോന്നുന്നില്ലെങ്കിലും BP കൂടിയെങ്കിലോ എന്ന് പേടിച്ച് അറിയില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഒരു 2 മാസം മുന്നൊക്കെ നോക്കിയപ്പോ എനിക്ക് നോർമലാ. ഗുളിക കഴിക്കുന്നുണ്ട് ഓരോന്ന്. വൈകുന്നേരം ചിലപ്പോ ഇനി 2-3 ദിവസം കൂടുമ്പോ ഞാൻ 1/2 ഗുളികയും കൂടെ കഴിക്കും. എന്നാലും കുഴപ്പമില്ല. ശരീരത്തിന് നല്ല സുഖമുണ്ട്. വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല. ഹസ്ബൻഡിനാണെങ്കിലും ധ്യാനത്തിനിരിക്കുന്നതിന് എത്ര സമയം ഇരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അമ്മയുടെ വേദനകളൊക്കെ മാറിയതൊക്കെ അവര് കണ്ടില്ലേ ധ്യാനം ചെയ്തിട്ടാണ്? ഞാൻ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾക്ക് ഞാൻ പറയും, അത് എന്റെ ധ്യാനത്തിന്റെ ഫലം കൊണ്ടാ ഇന്ന കാര്യങ്ങൾ അത് അങ്ങനെ സാധിച്ചു പോയെന്ന് പറയും. ചെറിയൊരു നിസ്സാര കാര്യമുള്ള ഇന്നലെ സന്ധ്യയായപ്പം ടോർച്ച് തെളിയല. ടോർച്ച് നോക്കിയപ്പോ എന്നോട് പറഞ്ഞു അത് ബൾബ് പോയി എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ധ്യാനത്തിരുന്ന് രാത്രിക്കൊരു ലൈറ്റ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു വെട്ടം തെളിഞ്ഞു വരുവാ ഇവിടുന്ന്. അപ്പൊ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ ലൈറ്റ് അവിടുന്ന് പയ്യെ തെളിഞ്ഞു വരുവാ. ഉടനെ ഞാനെടുത്ത് കുത്തിയപ്പോ ശരിക്കും ചാർജ് കയറുന്നില്ല. അത് ഉപേക്ഷിച്ചു. കേടായി പോയി. ഇനി അത് മേടിച്ചോണ്ടാ മതി എന്ന് പറഞ്ഞ സംഭവം ഒരു കേടും ഇല്ലാതെ ഞാൻ ധ്യാനം കഴിഞ്ഞ് കുത്തി കഴിഞ്ഞപ്പോ ഞാൻ കിടക്കാറായപ്പോഴത്തേക്ക് നല്ല ചാർജ് കയറി വന്നു. അപ്പൊ ഞാൻ ഓർത്തേ, അപ്പൊ എന്റെ ധ്യാനത്തിന്റെ ഫലം കൊണ്ട് ഞാനതൊക്കെ എന്റെ മരുമോനോട് പറയാം, എന്റെ ധ്യാനത്തിന്റെ ഫലം കൊണ്ടാ ഇതെല്ലാം ഭംഗിയായിട്ട് പോകുന്നെന്ന് പറയും. എന്നിട്ട് അവനൊന്ന് ചിരിക്കും. എന്നാലും കുഴപ്പമില്ല, അമ്മ മെഡിറ്റേഷൻ ചെയ്യേണ്ട അമ്മ ചെയ്തു, ഞങ്ങൾക്ക് അതിന് തടസ്സമില്ല എന്ന് പറയും. അത് മതിയല്ലോ അല്ലേ, സപ്പോർട്ട്. പിന്നെ എനിക്ക് ഫോണും മോളും മേടിച്ചു തന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാവരിലും മാറ്റം വരട്ടെ അല്ലേ അമ്മേ? മാറ്റം പറഞ്ഞു. പിന്നെ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളും കൂടെ ഈ ഫോൺ എടുത്ത് വെച്ച് വേറൊന്നും കാണാതെ ആ സമയത്ത് ഈ മെഡിറ്റേഷൻ കേൾക്കുന്നുണ്ട്. മരുമോൻ കേൾക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ കൊറേയൊക്കെ കേട്ടായിരുന്നു അമ്മയെന്ന് പറഞ്ഞു. സമയമായ അവരൊക്കെ വരും. അത് വരട്ടെ. പിന്നെ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, കൊച്ചിന് 5 മിനിറ്റ് കണ്ണടച്ചിരിക്കാവോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ കണ്ണടച്ചിരിക്കുമ്പം അമ്മമ്മയും കണ്ണടച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണടച്ചിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് ഞാൻ ഇരിക്കാതെ കൊണ്ട് നോക്കിയ പുള്ളി കുറെ നേരം കഴിഞ്ഞപ്പോ 5 മിനിറ്റ് ആയോ അമ്മമ്മ ആയി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കണ്ണു തുറക്കാമെന്നും പറഞ്ഞു കണ്ണു തുറന്ന. ഒരു ദിവസം ഇരുന്നുള്ളൂ, കുഞ്ഞല്ലേ. എന്നാലും നമ്മള് എത്ര വയസ്സായി? 7 വയസ്സ്. 7 വയസ്സായിച്ച് 3 വയസ്സ് കഴിഞ്ഞാൽ ധ്യാനത്തിൽ ഇരുത്തണ്ടേ? അവന് 7 വയസ്സായില്ലേ? അപ്പൊ നിത്യം ഇരുത്തണം ഇനി അമ്മ എത്രയും മണിക്കൂർ ചെയ്യുന്നല്ലേ? അപ്പൊ കുഞ്ഞുമാവേനെ ഇരുത്തണം. നമ്മുടെ അടുത്തില്ല. അവര് വരുമ്പോ അത് ആ കുഞ്ഞിന് നന്നായിട്ട് പറഞ്ഞു കൊടുത്ത് അത് ഒറ്റയ്ക്ക് ഇരുന്നോളും കേട്ടോ. അപ്പൊ ഇനി എല്ലാവരോടും ധ്യാനം ചെയ്യാൻ പറയൂ. പറയാം, എല്ലാവരോടും ധ്യാനം ചെയ്യാൻ പറയാം. ഇതിലൂടെയും പറഞ്ഞോളൂ. എല്ലാവരോടും ധ്യാനം ചെയ്യാൻ പറയാം. എല്ലാരും ധ്യാനം ചെയ്യണം എന്ന് പറയൂ. എല്ലാവരും ധ്യാനം ചെയ്യണമെന്ന് പറയാം. പറഞ്ഞു അമ്മ. എന്താ വെച്ചാൽ ഇതിലൂടെ പറഞ്ഞ ഒരുപാട് പേര് കേൾക്കുകയും അതുകൊണ്ടാട്ടോ അമ്മ ചെയ്യുന്ന ഈ ധ്യാനം ഒന്നും വെറുതെ പോവില്ല. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അമ്മയ്ക്ക്. ഓക്കെ അമ്മ. മാറ്റങ്ങളുണ്ട്. ഞാൻ ധ്യാനത്തിൽ നിന്ന് ഒരിക്കലും എങ്ങോട്ടും തിരിഞ്ഞു പോവുകയല്ല. വെരി ഗുഡ്. അമ്മയ്ക്ക് പോകാൻ പറ്റില്ല. ഇല്ല. താങ്ക് യു. ലവ് യു അമ്മ. താങ്ക് യു. നമസ്തേ. താങ്ക് യു. ലവ് യു.